ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു സെയിം വ്ളോഗ്സ്. അപ്പോൾ ഇന്നൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ സുഖവാസമൊക്കെ കഴിഞ്ഞ് ഞാനിത് ഇക്കാൻ്റെ വീട്ടിലേക്ക് വരികയാണ്. അപ്പോൾ 90 കഴിഞ്ഞിട്ടില്ല, 90 ആവുന്നതിൻ്റെ മുമ്പ് തന്നെ ഞാൻ ഇക്കാൻ്റെ വീട്ടിലേക്ക് വരികയാണ് കേട്ടോ. അപ്പോൾ ഇതാ അതിൻ്റെ പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കണ്ടു നോക്കുക മാക്സിമം. എന്നിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക. പിന്നെ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ എന്തായാലും അയച്ചു കൊടുക്കുക കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻസും കാര്യങ്ങളൊക്കെ എഴുതി അറിയിക്കുക. പിന്നെ അതിൻ്റെ അന്നത്തെ തലേ ദിവസത്തെ കുറച്ച് വിശേഷം, അതുപോലെ തന്നെ ഞാൻ ഇക്കാൻ്റെ വീട്ടിൽ വന്നിട്ടുള്ള മുഴുവൻ വിശേഷങ്ങളും ഇതിൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും പരമാവധി വീഡിയോസ് കാണുക. അപ്പോൾ നമുക്ക് വീഡിയോയിലായിട്ട് കിടക്കാം. അപ്പോൾ ഇതാ തലേ ദിവസം തന്നെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാനുള്ളത് റെഡിയാക്കാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ തുണികളൊക്കെ ബെഡിൽ കേട്ടോ. ഇപ്പോൾ ഈ റൂമിൽ ആരും കിടക്കാറില്ല, അപ്പോൾ ഇവിടെ ഫുള്ളായിട്ട് നിരത്തിയിട്ടിട്ടുണ്ട്. അതിന് നല്ല വൃത്തിയുള്ളതെന്നല്ല, നല്ല തുണികൾ മാത്രം എടുത്തു വെക്കുക. പിന്നെ നമ്മളെ ചെറിയ നാശമായതും അതുപോലെ തന്നെ കളർ മങ്ങിയതൊന്നും എടുക്കണ്ട വിചാരിച്ചിട്ട് അങ്ങനെ ഇട്ടിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ ഇച്ചുവിൻ്റെ ഡ്രസ്സ് വെച്ച് എൻ്റെ ഡ്രസ്സുകളൊക്കെ വിതറി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഡ്രസ്സുകളുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കുറച്ച് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ ടയേർഡായി. അപ്പം കുറേ ഓൾമോസ്റ്റ് കുറേയൊക്കെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടോ. അപ്പോൾ അത് കുറച്ചൊന്ന് കഴിഞ്ഞതിന് ശേഷം മക്കളതൊക്കെ വെച്ചതിന് ശേഷം പിന്നെ ഞാൻ വേഗം വന്നിട്ട് പിറ്റേ ദിവസം നമ്മൾ ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചിക്കനൊക്കെ മസാല വെച്ച് പിടിപ്പിക്കുകയാണ്. എന്നാൽ പിന്നെ രാവിലെ ഉമ്മാക്ക് നേരത്തെ എണീറ്റിട്ട് ഫ്രൈ ചെയ്തിട്ട് മസാലയൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങാമല്ലോ. അപ്പോൾ രാത്രി മക്കൾ ഉറങ്ങിയിട്ടില്ലെങ്കിൽ ഞാനൊക്കെ കുറച്ച് എന്തായാലും ലേറ്റ് ആവും കേട്ടോ. അപ്പോൾ അതും കൊണ്ട് പിന്നെ അതുമാത്രമല്ല, ഈ കൊണ്ടുവന്ന ദിവസം എന്തായാലും നേരത്തെ എണീക്കും വേണം. പിന്നെ എല്ലാം ഒന്ന് റെഡിയാക്കി നമ്മളൊരു പ്രിപ്പയർ ചെയ്തിട്ട് ഇരിക്കണമല്ലോ. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ്. പിന്നെ തലേദിവസം തന്നെ ഇതിനൊക്കെ കൂടി ഒന്ന് റെഡിയാക്കണം. പിന്നെ രാവിലത്തെ റഷ് നമുക്ക് ഒഴിവാക്കണം. അപ്പോൾ ഇതാ മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ സാധാ എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, അതുപോലെ തന്നെ ഇഞ്ചി, വെളുത്തുള്ളി അതൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ കറിവേപ്പിലൊക്കെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഇതാ ഞാൻ പറഞ്ഞല്ലോ ഡ്രസ്സും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്ത്. അപ്പോൾ ഇങ്ങനത്തെ ബാഗുകളിലാണ് ഇച്ചുവിൻ്റെയും മെജൻ്റെയൊക്കെ പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റേത് വേറൊരു ട്രാവൽ ബാഗിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ, വീട്ടിൽ നിന്ന് എടുത്തതല്ലാത്തതൊക്കെ. അങ്ങനെ ഇതാ ഉമ്മ ബിരിയാണിയൊക്കെ ദമ്മിട്ട് പിന്നെ റൈസും മസാലയൊക്കെ വേറെ ആക്കി വെക്കാണ്ട്. അപ്പോൾ ഇതിപ്പം ഉള്ളിയും അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഫ്രൈ ചെയ്തിട്ടുള്ളതായിരുന്നു. അങ്ങനെ പിന്നെ ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വെക്കുകയാണ് കേട്ടോ, സെപ്പറേറ്റ് ചെയ്ത് വെക്കുകയാണ്, മിക്സ് ചെയ്യുന്നില്ല കേട്ടോ. കാരണം വലിയമാക്കൊന്നും എരിവ് പറ്റൂല കേട്ടോ. അപ്പം അതുകൊണ്ട് മിക്സ് ചെയ്യുന്നില്ല. പിച്ചുത അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിപ്പോൾ രാവിലെ ഞങ്ങൾ എണീറ്റതിന് ശേഷം എടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പം മോന് ടേബിൾ മേൽ ആദ്യം തന്നെ പൊടികൾ കണ്ടിട്ടുണ്ട് കേട്ടോ. ഇതെനിക്ക് ഡെലിവറി സമയത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതായിരുന്നു. ധാന്യപ്പൊടികളുടെ ഉണ്ട്, അതുപോലെ തന്നെ നമ്മൾ പൂരം വറുത്തത്. അപ്പോൾ അതൊക്കെ ഞാൻ എൻ്റെ ചാനലിൽ ഡീറ്റെയിൽഡ് ആയിട്ട് അതെങ്ങനെയാണ് ഉണ്ടാക്കിയതെന്നൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവരെന്തൊക്കെ ചാനലിൽ കയറിയിട്ട് കണ്ടു നോക്കുക. പിന്നെ അവിടെ മുസമ്പിയും പഴമൊക്കെ ഇട്ട് കണ്ടിട്ട് ഇച്ചു അതൊക്കെ അത് വേണം ഇത് വേണം എന്നൊക്കെ പറയുന്നത്. പക്ഷെ ആരും മര്യാദയ്ക്ക് ഏതാണെന്നും കഴിച്ചിട്ടൊന്നുമില്ല. പിന്നെ ബിരിയാണി ഉണ്ടാക്കുന്ന കണ്ടപ്പം ആക്ക് ബിരിയാണി വേണമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഇതാ ബിരിയാണി കുറച്ച് ചോറും അതുപോലെ തന്നെ ചിക്കൻ പീസൊക്കെ ഇട്ടെടുത്തിട്ട്. അപ്പോൾ ഞങ്ങളിതാ ഓട്ടടിയും അതുപോലെ തന്നെ അന്ന് ചെനക്കടലയായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് കഴിക്കുകയാണ്. പിന്നെ ഇതാ ഇച്ചു ബേബീൻ്റെ അടുത്തുനിന്ന് കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ അവൻ്റെ കൈയൊക്കെ മേത്തൊക്കെ വെച്ചിട്ട് ഭയങ്കര കളിയിലൊക്കെ ആയിരുന്നു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഞാനിപ്പം ഇക്കാൻ്റെ വീട്ടിലെത്തി നെക്സ്റ്റ് ഡേ പിറ്റേ ദിവസം എടുത്തിട്ട് ആണ് കേട്ടോ ഈ വോയിസ് ഓവറും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. അങ്ങനെ എന്താ ഇതിൽ ഒരു പെട്ടിയിൽ ഇച്ചുവിൻ്റെ വീട്ടിൽ നിന്ന് ഇടുന്നതും ഒന്നിൽ ഇതിൻ്റെ വീട്ടിലിടുന്ന ഡ്രസ്സുകളൊക്കെ ഇട്ട് വെച്ചതാണ് കേട്ടോ. പിന്നെ ഉമ്മതാ ഞാൻ പറഞ്ഞല്ലോ ഇച്ചുവിൻ്റെ പഴയ ഡ്രസ്സുകളൊക്കെ ഉണ്ട്. അപ്പം കുറേയൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ലഗേജ് കൂടുതലാണ് കേട്ടോ കൊണ്ടുപോകാൻ. ഞാൻ പറഞ്ഞു പിന്നെ ഞാൻ മെല്ലെ ഇനി വരുമ്പം കൊണ്ടുപോകാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ അവിടെ ബെഡിൽ തന്നെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ആ ഡ്രസ്സൊക്കെ മാറ്റി. അപ്പോൾ ഇത് ഉമ്മ എടുത്തിട്ടുള്ള ഡ്രസ്സായിരുന്നു കേട്ടോ. അതുപോലത്തെ വൈറ്റ് സോക്സും വൈറ്റ് ജീൻസിൻ്റെ കുപ്പായൊക്കെ ആയിരുന്നു. ഇച്ചുവിനും അപ്പം വൈറ്റ് ഡ്രസ്സ് തന്നെയായിരുന്നു കേട്ടോ. പിന്നെ എനിക്കൊരു ലൈറ്റ് ഗ്രീനാണ്. പക്ഷേ എങ്കിൽ അവിടുന്ന് ഇക്കാൻ്റെ ഉമ്മയൊക്കെ വരുമ്പം വേറെ ഡ്രസ്സൊക്കെ കൊണ്ടുവന്നിട്ടേ, അപ്പം പിന്നെ അവർ കൊണ്ടുവന്ന ഡ്രസ്സ് എന്തായാലും നമ്മൾ ഇട്ട് കൊടുക്കണമല്ലോ. അപ്പം പിന്നെ ആ ഡ്രസ്സൊക്കെ ഊരി പിന്നെ ലാസ്റ്റ് പോകാൻ നേരം മറ്റേ ഡ്രസ്സ് അവർ കൊണ്ടുവന്ന ഡ്രസ്സ് ചെയ്യുന്നു കേട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർ രണ്ടുപേരും മാത്രമേ വന്നത്. അപ്പോൾ ആദ്യം താത്തയും റിനൂസൊക്കെ വരുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എങ്കിൽ ഒരു വന്നിട്ടില്ല. ഒരു പിന്നെ വൈകുന്നേരം നമ്മൾ വീട്ടിലെത്തിയതിന് ശേഷമായിരുന്നു കേട്ടോ അവിടെ അങ്ങോട്ടേക്കായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്.
അപ്പോൾ ഇവിടെ ഇപ്പം അവർ രണ്ടുപേരും വന്നു. അങ്ങനെ പിന്നെ അത് അവരെല്ലാവരും ബേബിനെ കാണാൻ വേണ്ടി റൂമിലേക്ക് വന്നിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇച്ചു ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. കാരണം മാക്ക് പോകാൻ ഭയങ്കര ഇഷ്ടമുള്ളതുകൊണ്ട് തന്നെ കാക്ക വന്നപ്പം തന്നെ പോകാമെന്നുള്ള പറച്ചിലായിരുന്നു കേട്ടോ. പിന്നെ അങ്ങനെ ഞാൻ ഡ്രസ്സ് അൺബോക്സ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഒരു പീച്ച് കളർ ഉടുപ്പായിരുന്നു കേട്ടോ. പീച്ചും വൈറ്റൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു ഉടുപ്പും അതുപോലെ തന്നെ ഇച്ചുവിൻ്റെ ഒരു ഡാർക്ക് ഷെയ്ഡ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ആൾക്ക് നല്ല ലൂസ് ആയിരുന്നു കേട്ടോ ഡ്രസ്സ്. ബനിയന് നല്ല ലെങ്ത് ഉണ്ടായിരുന്നു, നല്ല ലെങ്ത്തുള്ള ബനിയനായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഇതൊക്കെ ഇട്ട് കൊടുക്കണം. അപ്പോൾ അവർ വരുന്ന വഴിക്കിൽ അങ്ങനെ വാങ്ങിയിട്ടുള്ളതായിരുന്നു കേട്ടോ. പിന്നെ ഇനിയിപ്പം ഇവർക്ക് ഒരു ബാഗ് ഉണ്ട് കേട്ടോ. അപ്പോൾ ആൾക്ക് ഇപ്പം എന്തായാലും ബാഗൊന്നും ഇടാൻ പറ്റില്ല, കാരണം ചെറുതല്ലേ. കുറച്ചൊന്ന് നടക്കാനുള്ള പ്രായമൊക്കെ നമുക്ക് കളിക്കാനൊക്കെ കൊടുക്കാമല്ലോ. അങ്ങനെ പിന്നെ ഡ്രസ്സൊക്കെ നോക്കി പിന്നെ അതൊക്കെ ഇനി പോകാൻ നേരത്തെ ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇപ്പം തന്നെ മാറ്റിക്കണ്ടെന്ന് വിചാരിച്ചു. അങ്ങനെ പിന്നെ ഓരൊക്കെ എടുത്ത് പിന്നെ ഓർക്ക് പിന്നെ വന്നാൽ തന്നെ ചായയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഉമ്മ അവിടെ ചായ ഉണ്ടാക്കുന്നുണ്ട്. അപ്പം ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്ന് വീഡിയോ എടുക്കുന്നത്, കാരണം എപ്പോഴും ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്കും വലിയ താല്പര്യം ഉണ്ടാവില്ല, എനിക്കും മടുക്കൂലേ. അപ്പം എന്തെങ്കിലുമൊക്കെ വെറൈറ്റി കണ്ടൻസ് ഒക്കെ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് കാണാൻ വലിയ അധികം താല്പര്യം കേട്ടോ ഉണ്ടാവുക. അപ്പം അതുപോലെ എൻ്റെ അഭിപ്രായം, നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ അവർക്ക് ചായയൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ചായ കുടിക്കുന്നുണ്ട്. പിന്നെ അതിന് ശേഷം ബിരിയാണിയൊക്കെ സെർവ് ചെയ്യാൻ നോക്കാം കേട്ടോ. അപ്പോൾ ചമ്മന്തിയൊക്കെ പാത്രത്തിലേക്ക് ആക്കിയിട്ടുണ്ട്. പിന്നെ ബിരിയാണിയൊക്കെ ദമ്മിട്ട് ഞാൻ പറഞ്ഞല്ലോ. അപ്പം ഇത് മഞ്ഞളിൻ്റെ ഇങ്ങനെ ലാസ്റ്റ് ഇങ്ങനെ വെച്ചിട്ടുള്ളതായിരുന്നു കേട്ടോ. അപ്പോൾ അധികം മസാലയൊന്നുമില്ല, കുറവ് തന്നെ ചെയ്തു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടി. അപ്പോൾ ഞാൻ അതിന് അണ്ടിപ്പരിപ്പൊക്കെ എടുത്ത് കഴിക്കാൻ കേട്ടോ. എനിക്ക് ഭയങ്കര നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, ഇഷ്ടമാണ്. പിന്നെ അണ്ടിപ്പരിപ്പ് എടുത്ത് കഴിക്കുമായിരുന്നു. അങ്ങനെ ഉമ്മതാ ഇതൊക്കെ സെപ്പറേറ്റ് ചെയ്തിട്ട് വെക്കാം കേട്ടോ. അപ്പോൾ ഞാൻ മസാല അത് സെപ്പറേറ്റ് തന്നെ ആക്കാൻ പറഞ്ഞതാണ് അങ്ങനെ. പക്ഷേ നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് ഒരുമിച്ചിട്ടായിട്ടാണ് കേട്ടോ സെർവ് ചെയ്യുന്നത്. പിന്നെ റൈസും പീസും മസാലയൊക്കെ വേറെ ആയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ എല്ലാവരും കൂടിയിട്ട് ഫുഡ് കഴിക്കാനിരിക്കുകയാണ്. അപ്പോൾ അവർ രണ്ടുപേരും മാത്രമല്ല, പിന്നെ നമ്മളും ഉമ്മയും വല്യമ്മയും എല്ലാവരും കൂടി ഇരിക്കുകയാണ്. അങ്ങനെ പിന്നെ ചോറ് കഴിക്കാനിരിക്കുന്ന സമയത്ത് ഇച്ചു പിന്നെ ടേബിളുമ്മ കയറിയിട്ടുണ്ടായിരുന്നു. ആൾക്ക് പിന്നെ നമ്മളെ ടേബിളുമ്മിലാണെങ്കിൽ ഓന് മുകളിലാണ് കേട്ടോ കയറിയിരിക്കുക. അങ്ങനെ ഓന് കാക്കാക്ക് കൊടുത്ത ചമ്മന്തി ഓന് പ്ലേറ്റിലേക്കൊക്കെ ഇട്ട് ഓൻ്റെ പാത്രത്തിലേക്കും ചോറൊക്കെ ഇട്ട് ഇതാക്കാം. പക്ഷെ ആൾ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഓരോരുത്തരെ പാത്രത്തിൽ നിന്ന് എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് കളിക്കുകയായിരുന്നു കേട്ടോ മെയിനായിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ എല്ലാവരും കൂടി കഴിക്കുകയാണ്. പിന്നെ വീട്ടിൽ പിന്നെ ആർക്കും വലിയ മൂടൊന്നുമില്ല, കാരണം പോകുന്ന സങ്കടമുണ്ട് കേട്ടോ. കാരണം ഇത്രയും ദിവസം അവിടെ ഉണ്ടായിട്ട് പെട്ടെന്ന് പോകുമ്പോൾ സങ്കടമാണല്ലോ. അങ്ങനെ ഇതാണ് കേട്ടോ എൻ്റെ ഡ്രസ്സ്. അപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പം അതൊക്കെ ഇട്ടു. പിന്നെ ഇനിയിപ്പം മേജൻ്റെ ഡ്രസ്സ് മാറ്റിപ്പിക്കണം. ഓളൊന്ന് ഉറക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്ന സമയത്തല്ലേ പിന്നെ ആളെ കരഞ്ഞാലോ ചോദിച്ചാൽ. അപ്പോൾ ഇച്ചു ഞാൻ പറഞ്ഞല്ലോ, അവർ വന്നപ്പം മുതൽ പോകുന്ന കാര്യം അവനെ അറിഞ്ഞതുകൊണ്ട് തന്നെ പോകാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കരയുകയാണ്. അങ്ങനെ എന്നതാ ഞാൻ പിന്നെയും ഡ്രസ്സിൻ്റെയൊക്കെ വീഡിയോ എടുക്കാം കേട്ടോ. അപ്പം എനിക്കെല്ലാം ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ. ഫ്രണ്ടിൽ ഞെറിയൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞും മറിഞ്ഞൊക്കെ എടുത്ത് വീഡിയോ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ അറ്റ് ലാസ്റ്റ് ചെരുപ്പൊക്കെ എടുത്തിട്ട് നമ്മൾ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞാൽ ഇത്രയും ദിവസം നമുക്ക് ഭയങ്കര സുഖവാസം എന്ന് വെച്ചാൽ രാവിലെ എണീക്കണ്ട, പണിയെടുക്കണ്ട. പക്ഷെ എന്നാലും ഞാൻ എന്തെങ്കിലുമൊക്കെ എടുക്കും കേട്ടോ. പിന്നെ 40 നമ്മളൊന്നും എടുക്കൂല. പിന്നെ വെറുതെ ഇങ്ങനെ കിടക്കുക, കുട്ടികളെ മാത്രം നോക്കിയാൽ മതി. അപ്പോൾ ആ ഒരു ഇതായിരുന്നു. നമ്മൾ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പിന്നെ സ്വാഭാവികമായി നമ്മൾ പൊതുവെ എന്തായാലും മെല്ലെ എടുക്കുമല്ലോ. അപ്പോൾ ആ ഒരു വ്യത്യാസം മാത്രം കേട്ടോ. അങ്ങനെ പിന്നെതാ ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു, നമ്മൾ എൻ്റെ വീട്ടിലേക്ക് കയറുന്ന അവിടെയുള്ള കോൺക്രീറ്റിൻ്റെ അടുത്തുള്ള കമ്പിയൊക്കെ പൊട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് സാധനങ്ങളൊക്കെ ഓട്ടോയിലേക്ക് കൊണ്ടുവന്നിട്ട് വണ്ടി താഴെയൊന്നും നിർത്താൻ പറ്റില്ല, മുകളിലേക്ക് കയറിയിട്ടില്ല കേട്ടോ. അപ്പം സാധനങ്ങളൊക്കെ ഓട്ടോയിൽ നിന്ന് ഇറക്കിയിട്ട് ഉമ്മയും കാക്കയും എല്ലാവരും കൂടിയിട്ട് കയറ്റിയിട്ടുണ്ട്. പിന്നെ അങ്ങനെ പിന്നെ ഞങ്ങൾ പോകാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് മൂത്ത പ്രധാനം കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ സ്ഥിരം കാണുന്നവർക്ക് അറിയാമായിരിക്കും കേട്ടോ. അങ്ങനെ വല്യമ്മാനോടും ഉമ്മാനോടൊക്കെ യാത്ര പറയണം. അപ്പോൾ ഇച്ചു പോകുന്നതിൻ്റെ സങ്കടം നല്ലോണം കേട്ടോ അവർക്ക്. കാരണം ഇച്ചു എന്ന് വെച്ചാൽ ഫുള്ളും ഒച്ചപ്പാടും കാര്യങ്ങളും അത് വേണം ഇത് വേണം എന്നുള്ള പറച്ചിലും ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് തന്നെ സമയം പോകുന്നത് അറിയില്ല. അപ്പം പെട്ടെന്ന് ഒച്ചപ്പാടൊക്കെ ഇല്ലാണ്ട് നിൽക്കുമ്പോൾ ഭയങ്കര സങ്കടമല്ലേ. പിന്നെ ഉമ്മയ്ക്ക് ഒറ്റയ്ക്കായതുകൊണ്ട് തന്നെ ആർക്കും ഭയങ്കര സങ്കടമാണ് കേട്ടോ. അങ്ങനെ പിന്നെ അതൊക്കെ പറഞ്ഞിങ്ങനെ ഞങ്ങൾ പോവുകയാണ്. അപ്പം പോകുമ്പം വലിയ തിരക്കൊന്നും ഇല്ല കേട്ടോ. ഞായറാഴ്ച ദിവസം ആണെങ്കിലും
അധികം തിരക്കൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ പിന്നെ ഇങ്ങനെ പോവുകയാണ്. അപ്പം ഫുഡൊക്കെ കഴിച്ച് ഞങ്ങളൊരു 3 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് മേപ്പാട് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം എൻ്റെ നൈബറായിട്ടുള്ള അഞ്ചു ഇങ്ങനെ മെസ്സേജൊക്കെ അയക്കുന്നുണ്ട് കേട്ടോ, എത്തിയോ എവിടെ എത്തി എന്നൊക്കെ ഉള്ള കാര്യം. അപ്പോൾ അതൊക്കെ നല്ല സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ. അപ്പോൾ ആളവിടെ ഇല്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഷോപ്പിൽ നിന്ന് പമ്പേഴ്സ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് പിന്നെ ഇക്കാൻ്റെ അടുത്ത് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. കാറിലേക്ക് വെച്ചിട്ടുണ്ട്. കാരണം ആൾ ബുള്ളറ്റിൽ വരുമ്പം എന്തായാലും വെക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് കാറിൽ വന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ അങ്ങനെ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞാൽ താത്താനൊക്കെ വിളിക്കുന്നുണ്ട്. അപ്പോൾ അവർ നമ്മളെ വീട്ടിലേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവരിങ്ങനെ എത്ര മണിക്കാണ് ഇറങ്ങേണ്ടതെന്നൊക്കെ കാക്ക ഇങ്ങനെ പറയാണ് കേട്ടോ. അങ്ങനെ നമ്മളെ മേപ്പാടി എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അന്ന് തന്നെ അവർ മോനിക്ക് അന്ന് ലീവ് എടുത്തോളൂ, കുഞ്ഞാവ ലീവ് എടുത്തോണ്ട് തന്നെ മുണ്ടക്കായി നമ്മൾ ഉരുൾ പൊട്ടിയ സ്ഥലം ഉണ്ടല്ലോ, അവിടെ ജസ്റ്റ് ഒന്ന് പോകാനൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷേങ്കിൽ അന്നും അവിടെ ബോഡി ചാലയാർ പുഴയിൽ ബോഡി കിട്ടിയോണ്ട് തന്നെ അവർക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ അവർ വീട്ടിൽ വന്നിട്ട് രാത്രി ഒക്കെ ഷോപ്പിൽ നിന്നൊക്കെ വന്നതിന് ശേഷം ഒരു 9:30 കഴിഞ്ഞിട്ട് പിന്നെ കൊണ്ടാക്കി കൊടുക്കാൻ കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മുടെ വീട്ടിലേക്ക് എത്താനായി കേട്ടോ. ഓൺ ദി വേ ആണ്. നമ്മളിപ്പോൾ കുറച്ച് സമയം കൊണ്ട് നമ്മൾ അവിടെ എത്തും കേട്ടോ. അങ്ങനെ വീട്ടിലേക്കുള്ള വഴിയിലേക്ക് കയറി പോവുകയാണ്. അപ്പം പുറത്തൊന്നും അധികം ആൾക്കാരൊന്നും ഇരിക്കുന്നില്ല, കാരണം ഒരു ആ ഒരു സമയമല്ലേ, അപ്പം ചൂട് സമയമാണ്, എല്ലാവരും നല്ല ഉറക്കത്തിലായിരിക്കും കേട്ടോ. അങ്ങനെ പിന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പം കുറേ മാസത്തെ ഇടവേളയ്ക്ക് ശേഷം നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പം ഇൻഷാ അല്ലാഹ് ഇനിയിപ്പം വീഡിയോസൊക്കെ ഇടണമെന്ന് ആഗ്രഹമുണ്ട്, എങ്ങനെയാവുമെന്നൊന്നും അറിയില്ല. അങ്ങനെ പിന്നെ നമ്മളെല്ലാവരും കൂടിയിട്ട് അകത്തേക്ക് കയറാറുണ്ട്. അപ്പോൾ ഓരോ സാധനങ്ങളും നമ്മളെല്ലാവരും കൂടിയിട്ട് എടുത്ത് വെക്കുകയാണ്. അപ്പം നല്ലൊരു ക്ലൈമറ്റ് തന്നെയാണ് കേട്ടോ, മഴയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ എൻ്റെ ഇവിടെയൊക്കെ മഴയൊക്കെ ആയിരുന്നു കേട്ടോ, മഴ ചാറ്റലും കാര്യങ്ങളൊക്കെ. പിന്നെ വൈകുന്നേരം ചായയും അതുപോലെ തന്നെ ഒടിയും ബിസ്ക്കറ്റൊക്കെ കൂടിയിട്ട് കഴിക്കാനുണ്ടോ. അപ്പോൾ ചെറിയ ലൈറ്റായിട്ടായിരുന്നു കഴിക്കുന്നത്. പിന്നെ അവർ വരുമ്പം കാക്കയൊക്കെ വരുമ്പം എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ചായക്ക്. അപ്പോൾ അതൊക്കെ കൊണ്ടുവരുന്നുള്ള പ്രതീക്ഷയിൽ ഞങ്ങളിതാ നൈസായിട്ട് സിമ്പിളായിട്ട് ചായ കുടിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി കാണിക്കാൻ പോകുന്നത് ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്ന പ്രമാണിച്ച് ഇവിടെ കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ റൂമും കാര്യങ്ങളൊക്കെ വൈറ്റ് വാഷ് ചെയ്യുകയാണ് കേട്ടോ. അപ്പം ഞാനും ഇച്ചും അതുപോലെ തന്നെ നമ്മൾ പുതിയ ബേബിയൊക്കെ വരുന്നതുകൊണ്ട് തന്നെ വീടൊക്കെ ജസ്റ്റ് ഒന്ന് വൈറ്റ് വാഷും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ്. അതുകൊണ്ട് അതൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഒരു ദിവസം ലീവൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അന്ന് അപ്പോസ്ക്കാണ് കേട്ടോ നമ്മൾ വൈറ്റ് വാഷൊക്കെ ചെയ്യുന്നത്. അങ്ങനെ സാധനങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട്. അപ്പം വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്ത് വെച്ചിട്ടില്ലായിരുന്നു, കാരണം നിങ്ങളുമായിട്ടും കൂടി ഷെയർ ചെയ്യാമെന്ന് ചോദിച്ചപ്പം ഇവിടെ അടുത്തുള്ള ലുസ്ബാന എന്ന് പറഞ്ഞ കാക്കയും കൂടി ഉണ്ട് കേട്ടോ. അങ്ങനെ ഓരോന്നായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഒരു ഭാഗത്ത് പുറത്തുനിന്ന് മഴക്കാലത്ത് നമ്മൾ പുറത്തുള്ള ചുമര് നല്ലോണം നനയും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അകത്തേക്ക് കിനിവ് ഇങ്ങനെ ഇറങ്ങുന്നതുകൊണ്ട് ഒരുമാതിരി പൂപ്പലുള്ള പോലെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ അത് നമ്മൾ കുട്ടികളും കൊണ്ടൊക്കെ വരുമ്പം അവർക്ക് എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ വന്നാലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് നമ്മൾ വരുന്നതിൻ്റെ കുറച്ച് ദിവസം മുമ്പ് ഇങ്ങനെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇപ്പം ചെയ്യാണ് കേട്ടോ, വൈറ്റ് വാഷൊക്കെ ചെയ്യാണ്. ഇപ്പം അങ്ങനെ മഴ പെയ്യുമ്പം ചീറ്റിലടിക്കുന്ന സ്ഥലമൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ ചീറ്റിലടിക്കുക എന്നാണ് പറയുക കേട്ടോ. അപ്പം ഈ ഒരു വീട്ടിൽ താമസിച്ചപ്പം മുതൽ ഞാൻ ഇങ്ങനെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഓരോ സ്ഥലത്തും. പുറത്ത് ഇവിടെ ഭയങ്കര കുന്നാണ് കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ മരങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ടുള്ള കാറ്റുമായിരിക്കും. അതുകൊണ്ട് നേരെ ആ കാറ്റ് വന്ന് അടിക്കുന്നതുകൊണ്ട് തന്നെ മഴ പെയ്യുമ്പം മഴത്തുള്ളിയൊക്കെ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ചുമരുമ്പിലേക്കാണ്ടോ. പിന്നെ അത് അടുക്കളയൊക്കെ വൈറ്റ് വാഷ് ചെയ്തിട്ട് അപ്പോൾ ഒക്കെ ഇപ്പോൾ നല്ല വൃത്തിയായിട്ടോ. പിന്നെ നമ്മുടെ ടി വി സ്റ്റാൻഡ് വെച്ചിട്ടില്ല, അപ്പോൾ ആ ഒരു ഭാഗമൊക്കെ നല്ലോണം ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞ സമയത്ത് താത്തയും കാക്കയൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ വൈകുന്നേരം. അപ്പോൾ അവരങ്ങോട്ടേക്ക് മുണ്ടക്കായി പോയിട്ടുണ്ടായിരുന്നു. പക്ഷേങ്കിൽ അവിടെ ആരും അങ്ങോട്ടേക്ക് വിടുന്നില്ല കേട്ടോ. കാരണം ഇവർ ആ ഒരു ദിവസം ഒരു ബോഡി ഞാൻ പറഞ്ഞല്ലോ കിട്ടിയിട്ടുണ്ട്. ഫുള്ളും എല്ലാം കേട്ടോ. DNA വഴിയൊക്കെയാണ് അവർ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ കിട്ടിയോണ്ട് തന്നെ അങ്ങോട്ടേക്ക് ആൾക്കാരെ വിടുന്നുണ്ടായിരുന്നില്ല കേട്ടോ. എവിടെയാ ഏലവയൽ വരെ എത്തിയിരുന്നു കേട്ടോ ആൾക്കാരെ വിടുന്നുണ്ടായിരുന്നു, അവിടെ നിന്ന് അങ്ങോട്ടേക്ക് വിടുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അവർ പുത്തുമലയിലൊക്കെ പോയി. പിന്നെ അവിടെ ആണല്ലോ കുറേ ആൾക്കാരെ മൃതദേഹങ്ങളൊക്കെ വെച്ചിട്ടുള്ളത്. അപ്പോൾ അതങ്ങോട്ടൊക്കെ പിന്നെ പോയി. പിന്നെ അവിടെ നമ്മളെ വീടൊക്കെ ഉണ്ടാവും, വീട്ടിലേക്കൊക്കെ പോയിട്ടോ. അങ്ങനെ പിന്നെ കുറേ വർത്താനവും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചായ കുടിക്കാനുണ്ട്. അപ്പോൾ ചായയും അതുപോലെ തന്നെ മുട്ട ബജിയും പിന്നെ നമ്മളെ പൊറാട്ടേൻ്റെ ഇതുണ്ടല്ലോ, ബീഫ് പൊറാട്ടേൻ്റെ, ബീഫല്ലേന്നു അത് ചിക്കനായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കുടിച്ച് കഴിക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ചമ്മന്തി കുഞ്ഞാവയിലേക്ക് ഇടാണ്ട്. അപ്പോൾ കുഞ്ഞാവ ഉണ്ടായിരുന്നു. അപ്പം കുഞ്ഞാവനെ അധികം ആൾക്കാർക്കും അറിയായിരിക്കും, പക്ഷേങ്കിൽ നമ്മളെ
വീഡിയോയിൽ അധികം സുലഭമല്ല കേട്ടോ, ഓനെ അങ്ങനെ കാണാൻ കിട്ടലൊന്നുമില്ല. അപ്പം ഇത് മൂത്ത ബ്രദറിൻ്റെ മൂത്ത മോനാണ് കുഞ്ഞാവ്. പിന്നെ രണ്ടാമത്തെ മോളാണ് കേട്ടോ റിനൂസ്. അപ്പോൾ രണ്ടുപേരെയും പറഞ്ഞതാണ്. അറിയാത്തവരാരെങ്കിലും അതുപോലെ തന്നെ നമ്മളെ പുതിയ സബ്സ്ക്രൈബേഴ്സൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അവർക്കൊക്കെ ഒന്ന് ജസ്റ്റ് പരിചയപ്പെടുത്തി തന്നതാണ് കേട്ടോ. അപ്പം ഇതാണ് മൂത്ത ബ്രദറിൻ്റെ വൈഫാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് ഇരുന്ന് ഇങ്ങനെ വർത്താനം പറയുന്നുണ്ട്. അപ്പോൾ നമ്മളിതായ ബേബീനെ ഇവിടെ കൊണ്ടുവന്ന് കടത്തിയിട്ടുണ്ട് കേട്ടോ. പിച്ചും കളിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ മൂന്നാമത്തെ ബ്രദറിൻ്റെ വൈഫും മക്കളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അവരും കുട്ടികളൊക്കെ കണ്ടു. പിന്നെ നെജു ഉണ്ടായിരുന്നു കേട്ടോ, നമ്മളെ അയൽവാസി അവിടെ ഉണ്ടായിരുന്നു, മിച്ചു ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ വന്നു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് അമ്മായിയും ഉണ്ടായിരുന്നു കേട്ടോ, ഉമ്മാൻ്റെ ബ്രദറിൻ്റെ വൈഫും അതുപോലെ തന്നെ അവരെ പേരക്കുട്ടികളും ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും വന്നു. നല്ലൊരു വൈബ് തന്നെയായിരുന്നു കേട്ടോ. പിന്നെ ഒരു 7:30-8 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ എത്തിയ സമയത്ത് ഞാൻ വേഗം താത്താനെയും കാക്കാനെയൊക്കെ വിളിക്കാൻ വേണ്ടി പറഞ്ഞിട്ട് അവനെ കാക്കാനെ വിളിച്ച് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ വരുന്ന സമയം കൊണ്ട് ഞാൻ വേഗം ബിരിയാണിക്കുള്ളതൊക്കെ റെഡിയാക്കി കേട്ടോ. അപ്പോൾ വീട്ടിൽ നിന്ന് ആദ്യം നമ്മൾ നമുക്ക് ഉണ്ടാക്കുള്ള ബിരിയാണി കൊണ്ടുവരായിരുന്നു. അപ്പം പിന്നെ ഉമ്മ പറഞ്ഞു അവരൊക്കെ ഉണ്ടാകും എന്ന് പറഞ്ഞപ്പം എല്ലാവർക്കും കൂടിയുള്ള ബിരിയാണി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം പിന്നെ അവർ കുറേ നേരം നിന്നു. പിന്നെ ഇക്ക വരാനാകുമ്പോഴത്തേക്ക് വരാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വന്നിട്ടുള്ളതായിരുന്നു. അങ്ങനെ പിന്നെ വേഗം ചോറൊക്കെ ചൂടാക്കി സമയം. പക്ഷേങ്കിൽ അവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ടായിട്ടോ. അപ്പോൾ സാജിക്ക് ഷോപ്പിൽ നിന്ന് വരുന്ന സമയത്ത് പൊറോട്ട കൊണ്ടുവന്നതുകൊണ്ട് തന്നെ അവർ പിന്നെ താഴോട്ടേക്ക് പോയിട്ടു. അപ്പോൾ താഴോട്ടേക്ക് പോയി ഞാൻ പറഞ്ഞു ഞാൻ ബിരിയാണി കൊണ്ട സ്ഥിതിക്ക് നിങ്ങൾ ബിരിയാണിയും കൂടി കഴിച്ചേക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ ബിരിയാണി അവരടുക്ക് കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ പിന്നെ അത് പിന്നെ വേസ്റ്റ് ആവും. പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്ക് ചിലപ്പം കഴിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ കളയേണ്ടി വരുമല്ലോ. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ കൊണ്ടുപോയി. അപ്പം അവരവിടുന്ന് താഴെ ബ്രദറിൻ്റെ വീട്ടിൽ നിന്ന് അവരെല്ലാവരും കൂടിയിട്ട് കഴിച്ചു. നമ്മൾ മൂന്നാളും കൂടിയിട്ട് ഫുഡ് കഴിച്ചിട്ടോ. അപ്പം ഇതാണ് മൂന്നാമത്തെ ബ്രദർ. അപ്പോൾ ആളോ ഇതാ ബേബീനെ കാണാൻ അങ്ങനെ വന്നിട്ടുണ്ട്. അപ്പം പിന്നെ നമ്മൾ സിനിമേൻ്റെ കാര്യം ചർച്ച ചെയ്യാം കേട്ടോ. ഞാനും കുഞ്ഞാവിയും കാക്കയും റിനൂസൊക്കെ കൂടിയിട്ട് പുതിയ സിനിമ ഏതാണ് ഇറങ്ങിയത്. പിന്നെ അങ്ങനെ പിന്നെ കാക്ക ഫുള്ളും ഫൈറ്റും അതുപോലെ തന്നെ ഇൻവെസ്റ്റിഗേഷൻ അങ്ങനത്തെ കുറേ സിനിമയൊക്കെയാണ് കേട്ടോ ഓർക്കൊക്കെ ഇഷ്ടം. പക്ഷേങ്കിൽ എനിക്കിഷ്ടം റൊമാൻസ് അതുപോലെ തന്നെ നമ്മളിൽ എന്തെങ്കിലുമൊക്കെ ലവ് സ്റ്റോറിയൊക്കെ ഉള്ളതും അങ്ങനെയൊക്കെയാണ് കേട്ടോ എനിക്കിഷ്ടം. അപ്പം ഞാനതൊക്കെ പറഞ്ഞിങ്ങനെ കമൻറ്റും കാര്യങ്ങളും തമാശയൊക്കെ നമ്മളിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇവരിതാ പുറത്ത് ഇരുന്നിട്ടും കുഞ്ഞാവ് ഷൂസ് ഇടാൻ നോക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കും സിനിമ കയറ്റുന്നതിൻ്റെ ഓരോ കഥകൾ തന്നെയാണ് കേട്ടോ നമ്മളിപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ രാത്രി കാണലും പകൽ കാണലും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോന്ന് പറയുമായിരുന്നു. അങ്ങനെ എന്തായാലും അൽഹംദുലില്ലാ നല്ലൊരു ദിവസം തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചു, അതൊക്കെ റാഹത്തായി. പിന്നെ അവരും ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. പിന്നെ എല്ലാവരും കൂടിയിട്ട് പോവുകയാണ്. പിന്നെ അകത്ത് സാധിക്കുന്നുണ്ട് കേട്ടോ, ആൾ പോയിട്ടില്ല. പിന്നെ ഇക്കയാണ് കൊണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇച്ചു സ്വാഭാവികമായിട്ടും ഇച്ചു എന്തായാലും പോകും. ആര് വീട്ടിൽ നിന്ന് ഇറങ്ങണം എനിക്ക് പോകണം എന്നുള്ള ഒരു ആഗ്രഹമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പ്രായത്തിലുള്ള എല്ലാ മക്കളും അങ്ങനെ തന്നെയായിരിക്കും കേട്ടോ. ഒരു വയസ്സൊക്കെ കഴിഞ്ഞാൽ പിന്നെ കുട്ടികൾക്ക് വീട്ടിലിരിക്കാൻ വലിയ താല്പര്യം ഉണ്ടാവില്ല, കറങ്ങാനൊക്കെ ആയിരിക്കും കേട്ടോ കൂടുതൽ താല്പര്യം. അങ്ങനെ പിന്നെ ഇച്ചും അവരൊപ്പം കയറിയിട്ടുണ്ട്. അപ്പോൾ ആൾ പിന്നെ കുറച്ച് അങ്ങോട്ടേക്ക് എത്തിയപ്പം തന്നെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അങ്ങനെ അവർ പോയി. പിന്നെ ഞാൻ ഫോൺ എടുത്ത് നേരെ അകത്തേക്ക് വന്നു. അപ്പോൾ സാജിക്ക് ബേബീനെയൊക്കെ മടിയിൽ വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ടോയ് ഇച്ചുവിൻ്റെ ബർത്ത്ഡേക്ക് വാങ്ങിയതായിരുന്നു കേട്ടോ നമ്മളെ. അപ്പോൾ അപ്പം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് അവൻ്റെ ഫസ്റ്റത്തെ ബർത്ത്ഡേക്ക് ഉമ്മ ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, സൈക്കിളായിരുന്നു കേട്ടോ. പിന്നെ ആ JCB നമ്മളെ രണ്ടാമത്തെ ബർത്ത്ഡേക്ക് വാങ്ങിയതായിരുന്നു. പക്ഷേങ്കിൽ ആൾ ഇവിടെ പൂത്തക്കൊല്ലി ഇക്കാൻ്റെ വീട്ടിൽ വെച്ചതുകൊണ്ട് തന്നെ പിന്നെ അത് ആളങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പം വന്നപ്പോൾ നമ്മളെ വീട്ടിലേക്ക് ഇങ്ങോട്ടേക്ക് വന്ന സമയത്ത് വേഗം എടുത്തു കൊടുത്തതാണ് കേട്ടോ കളിക്കാൻ വേണ്ടിയിട്ട്. അപ്പം പിന്നെ വെള്ളമൊക്കെ കുടിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞില്ല അവരെ കൊണ്ടാക്കിയ സമയത്ത് ആൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേങ്കിൽ ഉറങ്ങിയ സമയത്ത് രാത്രി എണീറ്റിട്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് പിന്നെ വേഗം ഞാൻ പറഞ്ഞില്ല ഫുഡ് മര്യാദയ്ക്ക് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ആൾ കാക്കയ്ക്ക് മുട്ടായി വാങ്ങിക്കൊടുത്തിട്ട് അതുപോലെ തന്നെ നമ്മൾ വരുന്ന സമയത്തും കുറേ പഴം വാങ്ങാനൊക്കെ ഇറങ്ങിയപ്പോൾ മുട്ടായി കഴിച്ചുകൊണ്ട് തന്നെ ഫുഡ് കഴിക്കാത്തതുകൊണ്ട് കുറച്ച് വാശിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്തായാലും എന്നിട്ട് നല്ല ദിവസം തന്നെ നിന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.